സ്വർണ്ണ കച്ചവടത്തിൽ പങ്കാളിയാക്കാമെന്ന് വിശ്വസിപ്പിച്ച് 1.25 കോടി തട്ടിയ സംഭവത്തിൽ 2 പേർ പിടിയിൽ. കൊട്ടാരക്കര ഓടനാവട്ടം സ്വദേശി രാഹുൽ കൃഷ്ണയുടെ പരാതിയിൽ പന്തളം പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കേസിലെ മറ്റൊരു പ്രതി വിദേശത്താണ്. വലിയ ലാഭമുള്ള സ്വർണ്ണ കച്ചവടം, മുടക്ക് മുതലിന്റെ 25% പ്രതിമാസം നൽകും. അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഓടനാവട്ടം സ്വദേശി രാഹുൽ കൃഷ്ണയിൽ നിന്നും പ്രതികൾ 1.25 കോടി വാങ്ങിയത്. പണം നൽകി നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും മുടക്ക് മുതലും കിട്ടിയില്ല, ലാഭവിഹിതവും കിട്ടിയില്ല. കൊട്ടാരക്കര സ്വദേശിയാണ് പരാതിക്കാരനെങ്കിലും ബാങ്ക് ഇടപാടുകൾ പന്തളം കേന്ദ്രമാക്കിയാണ് നടന്നത്. ഇത് പരിഗണിച്ചാണ് അന്വേഷണം പന്തളം പോലീസ് ഏറ്റെടുത്തത്. 1-ാം പ്രതി കോഴിക്കോട് ഉണ്ണികുളം സ്വദേശി അബ്ദുൽ ഗഫൂർ, 3-ാം പ്രതി കോഴിക്കോട് കിഴക്കോട് അബ്ദുൽ സമദ്. ഇവരാണ് പിടിയിലായത്. 2-ാം പ്രതി നൌഷാദ് ഖാൻ വിദേശത്താണ്. പ്രതികൾ കോഴിക്കോട് പുനൂരിൽ നടത്തുന്ന മിന ജ്വല്ലറിയിൽ പങ്കാളിയാക്കാമെന്നും മാസം തോറും 6 ലക്ഷം രൂപയിൽ കുറയാതെ നൽകാമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പത്രേ. 2023 ഫെബ്രുവരി മാസം 24-ന് അബ്ദുൽ ഗഫൂറിന്റെ അക്കൗണ്ടിലേക്കാണ് രാഹുൽ 1 കോടി നിക്ഷേപിച്ചത്. തുടർന്ന് 2-ാം പ്രതിയുടെ പേരിൽ നിർമ്മാണം പൂർത്തിയാകുന്ന വയനാട്ടിലെ റിസോർട്ടിൽ 2 കിടക്കകളുള്ള വില്ലയുടെ ഉടമസ്ഥാവകാശം 50 ലക്ഷം രൂപയ്ക്ക് നൽകാമെന്നും വാക്കു നൽകി. ഇതുപ്രകാരം 25 ലക്ഷം രൂപ മാർച്ച് 8-ന് പന്തളം ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് മുഖേന അയച്ചു കൊടുത്തു. കൊട്ടാരക്കര SBIയിൽ നിന്നും രാഹുലിന്റെ ഭാര്യാപിതാവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച തുകയാണ് ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടത്. 1-ാം പ്രതി 1 കോടി രൂപ പിൻവലിച്ചതായും ആ പണം ഉപയോഗിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി. 2-ാം പ്രതി 25 ലക്ഷം രൂപ മാറ്റിയെടുത്തതിനും തെളിവുകൾ ലഭിച്ചു. തുടർന്ന് അബ്ദുൽ ഗഫൂറിനെയും അബ്ദുൽ സമദിനെയും ഇവരുടെ വീട്ടിൽ നിന്നും പിടികൂടുകയാണുണ്ടായത്. പോലീസ് ഇൻസ്പെക്ടർ TD പ്രതീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.